ദിവസവും രാത്രിയിൽ കാട്ടുപന്നിയെ കണ്ടത്. കാട്ടുപന്നിയുടെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞു. മലയോര മേഖലയിൽ വന്യജീവി ആക്രമണം പതിവാണ്. പലയിടത്തും കാട്ടാനയും കാട്ടുപോത്തും പുലിയും കടുവയും ഒക്കെ ഇറങ്ങുന്ന വാർത്തകളുണ്ട്. കാട്ടുപന്നിയുടെ ശല്യമുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഇത് നഗരമധ്യം എന്നൊക്കെ നമുക്ക് പറയാവുന്ന അത്ര ഒരു പ്രദേശമാണ്. കണ്ണമൂലയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന വഴിയിൽ കോയിക്കൽ റെസിഡൻസ് ഏതാണ്ട് ഇവിടെ നിന്ന് പുറകിലേക്ക് ഒരു 50 മീറ്റർ പോയാൽ പ്രധാന റോഡാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കുള്ള പ്രധാന റോഡാണ്. അത്തരത്തിലൊരു വനവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു പ്രദേശം. അവിടെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാത്രി കാട്ടുപന്നിയെ കണ്ടതായി നാട്ടുകാർ പരാതി പറയുന്നത്. CCTVയിലൊക്കെ പന്നിയുടെ ദൃശ്യം പതിഞ്ഞിട്ടുമുണ്ട്. ഇവിടെ ഈ ഒരു കോയിക്കൽ ലൈനിൽ ഈ ഒരു വീടിന്റെ സ്ഥാപിച്ചിട്ടുള്ള CCTVയിലാണ് ആ ദൃശ്യങ്ങൾ ആദ്യം കണ്ടത്. ഇതിന് സമീപത്ത് തന്നെ മറ്റു പ്രദേശങ്ങളിൽ കൂടി കുമാരപുരത്തിന് സമീപമുള്ള ചില പ്രദേശങ്ങളിൽ കൂടി ഈ ഒരു പന്നിയെ കണ്ടതായും ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഈ ക്യാമറയിലാണ് ഇവിടെയുള്ള ക്യാമറയിലാണ് ആദ്യം ഇതിനെ കാണുന്നത്. രാത്രി സമയത്താണ് ഈ പന്നി ഈ ഭാഗങ്ങളിലൂടെ പോകുന്നത്. 2 ദിവസം കണ്ടു എന്നാണ് നാട്ടുകാർ പറഞ്ഞത്. ചേട്ടാ പേരെന്താ? എന്റെ പേര് ജേക്കബ്. ഇതെങ്ങനെയാണ് നിങ്ങളത് പന്നി വന്നു? അസോസിയേഷന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ പന്നി വരുന്നതായിട്ട് ഒരു വീഡിയോ കണ്ടായിരുന്നു. അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ക്യാമറ നോക്കിയതായിരുന്നു. അപ്പോഴത്തേക്കാണ് 12-ാം തീയതി 3:42 ആയപ്പോഴത്തേക്ക് ഇതുവഴി പന്നി മേളിലോട്ട് പോവുകയും വേറൊരു കാറ് വരുന്നത് കണ്ട് അത് തിരിച്ചു പോവുകയും ചെയ്തു. അതിന്റെ വീഡിയോ ഞാൻ അസോസിയേഷൻ കാറിലിരുന്ന് ആരും വീഡിയോ എടുത്തു തോന്നുന്നു. അദ്ദേഹം വീഡിയോ എടുത്തായിരുന്നു. രാത്രി തന്നെയാണത്? ആ രാത്രി തന്നെയാണ്. ഈ ഇലങ്ക ക്ഷേത്രത്തിന്റെ ആ ഭാഗത്തേക്കൊക്കെ പോയെന്ന് തോന്നുന്നല്ലേ? ഇങ്ങോട്ട് പോകുന്നതായിട്ട് കണ്ടു. പിന്നെ താഴത്തെ ചേട്ടന്റെ ക്യാമറയിൽ അത് കണ്ടിട്ടുണ്ട്. മറ്റു വീടുകളിലും പല വീടുകളിലും ഈ CCTV ദൃശ്യങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. അത് ഉണ്ട്. നമുക്കറിയാം ഈ കണ്ണമൂല എനിക്കറിയാവുന്ന പ്രദേശമാണ്. ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരു തരത്തിലും കാടുമായിട്ടൊന്നും ഒരു തരത്തിലും അടുപ്പമുള്ള ബന്ധമില്ല. ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈമാണ്. വനം വകുപ്പിനെയൊക്കെ അറിയിച്ചിട്ടുണ്ടോ? അതിന്റെ ഒരു അസോസിയേഷൻ അറിയിച്ചു. അപ്പൊ എന്താ പറയുന്നത്? ഇനി കാണുകയാണെങ്കിൽ അറിയിച്ചാൽ മതി, അവർ വേണ്ട നടപടി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് ഈ റോഡിന് താഴ്വശത്തുകൂടി ഉള്ള വഴിയിലേക്കും ഇത് പോയിട്ടുണ്ട്. ഇവിടെ നിന്ന് കുറച്ച് അകലെയാണ് കുമാരപുരം. ആ ഭാഗത്ത് അവിടെ നിന്ന് സൗഭാഗ്യ ലൈൻ എന്നൊക്കെ പറയുന്ന പ്രദേശത്തും ഇതേപോലെ ഈ ഒരു പന്നിയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും കാട്ടുപന്നിയാണ് എന്ന് തന്നെയാണ് നാട്ടുകാർ ഇപ്പോൾ പറയുന്നത്. കാരണം ഇവിടെ ഈ പ്രദേശത്ത് മറ്റ് ഏതെങ്കിലും പന്നികൾ വരാനുള്ള സാഹചര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കാട്ടുപന്നിയാണ്. വനം വകുപ്പ് ഇതിൽ പരിശോധന നടത്തും. ഏതായാലും സ്വാഭാവികമായും നാട്ടുകാർക്ക് അതിലൊരു ആശങ്കയുണ്ട്. വളരെയധികം ജനങ്ങൾ താമസിക്കുന്ന പ്രദേശമാണ്. നഗരത്തോട് ചേർന്ന മേഖലയുടെ 200 വീടുകൾ ഈ കോയിക്കൽ ലൈൻ റെസിഡൻസ് അസോസിയേറ്റ് തന്നെയുണ്ട്. തൊട്ടടുത്ത് കണ്ണമൂല ആ ഭാഗവും ഒക്കെയുണ്ട്. കുമാരപുരം വളരെ അടുത്തുള്ള പ്രദേശമാണ്. അങ്ങനെ നഗരത്തോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം. അവിടെയാണ് ഇത്തരത്തിൽ കാട്ടുപന്നി ഇറങ്ങിയെന്ന ആശങ്ക നാട്ടുകാർക്ക് ഉള്ളത്. ഇനിയും ദൃശ്യങ്ങളിൽ കണ്ടാൽ, വീണ്ടും ഇവിടെ ഉണ്ടെന്ന് കണ്ടാൽ വനം വകുപ്പ് തുടർ നടപടി കടക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം നഗരമധ്യത്തിലാണ് കാട്ടുപന്നി കണ്ടെത്തിയത്. CCTVയിൽ കുടുങ്ങി. ഇതെങ്ങനെ വന്നു, ഇതെവിടേക്ക് പോയി? അന്വേഷണം നടക്കണം.